മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ നടന്നു വരികയാണ്. നബിതങ്ങളും സ്വഹാബത്തും ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ഭാഗത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ ഇവിടെ കുറച്ച് ആള് കൂടി നിൽക്കുന്നല്ലോ? അപ്പൊ നബിതങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോ സഹാബത്ത് കൂടെ വന്നവര് പറഞ്ഞു, നബിയെ, അവരൊരു ഖബറ് കുഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കൂടി നിൽക്കുന്ന ആൾക്കാര് അവിടെ നിന്നുകൊണ്ടൊരു ഖബറ് കുഴിച്ചുകൊണ്ടിരിക്കുകയാ. ഖബറ് കുഴിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ, ഖബറ് കുഴിക്കുകയാണ് എന്ന് നബിതങ്ങളോട് പറയുമ്പോ, ആ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ധൃതിയിൽ വളരെ പെട്ടെന്ന് ആ ഖബറ് കുഴിക്കുന്ന സ്ഥലത്തേക്ക് നബിതങ്ങൾ പോകാൻ തുടങ്ങി. ആ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്തേക്ക് തന്റെ കൂടെ വന്നവരുടെ ഇടയിൽ നിന്ന് വളരെ ധൃതിയിൽ വളരെ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഴിച്ചുകൊണ്ടിരുന്ന ഖബറിന്റെ ചാരത്തേക്ക് പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് കണ്ടപ്പോ ഈ ഖബറ് കുഴിച്ചുകൊണ്ടിരുന്ന സഹാബത്ത് മുഴുവനും മാറി നിന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരോടും ഒന്നും മിണ്ടാതെ നബിതങ്ങൾ ആ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് ആ കുഴിച്ചുകൊണ്ടിരുന്ന ഖബറിന്റെ ചാരത്ത് വന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു. നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ വീഴുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോടും ഒന്നും മിണ്ടുന്നില്ല. ഖബറ് കുഴിച്ചുകൊണ്ടിരുന്നവരും നബിതങ്ങളുടെ കൂടെ വന്നവരും എല്ലാവരും നബിതങ്ങളുടെ ചുറ്റുഭാഗത്ത് വളഞ്ഞു നിൽക്കുകയാ. ആ സമയത്ത് കുഴിച്ചുകൊണ്ടിരുന്ന ഖബറിന്റെ ചാരത്തിരുന്നിട്ട് നബിതങ്ങൾ ഇങ്ങനെ കരയുന്നുണ്ട്. ഒരാളോട് പോലും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റുഭാഗത്ത് വളഞ്ഞു നിൽക്കുകയാ. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ എതിരെ തിരിയുകയാണ്. തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിക്കുന്നു, യാ സ്വഹാബ, തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബ. ആ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഖബറ് കാണിച്ചിട്ട്, ആ കുഴിച്ചിട്ടിരിക്കുന്ന ഖബറ് കാണിച്ചിട്ട് നബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബത്തേ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബ. 1400 കൊല്ലം മുമ്പ് നബിതങ്ങൾ തന്റെ സ്വഹാബത്തിനോട് അവിടെ പറഞ്ഞു കൊടുത്തെങ്കിൽ ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോടും എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. എന്റെ നഫ്സിനോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. സഹോദരാ, ഒരു ദിവസം നിനക്കും വരാനുണ്ട്. ഇവിടത്തെ കാണുന്ന പള്ളിയുണ്ടല്ലോ, ഈ പള്ളിയുടെ പറമ്പില് നിനക്ക് വേണ്ടി ഒരു ദിവസം ഖബറ് കുഴിക്കുന്ന ഒരു ദിവസം അതാ നിനക്ക് കടന്നു വരാനുണ്ടെന്നുള്ള ഓർമ്മയാണ് നിനക്ക് വേണ്ടത്. ആ ചിന്തയൊന്നും നമുക്കില്ലടോ. മരിക്കേണ്ടവരാണ്, ഖബറിൽ പോകേണ്ടവരാണ്, പരലോകത്ത് പോകേണ്ടവരാണ്. നരകമുണ്ട്, ഹിസാബുണ്ട്, സിറാത്തുണ്ട്. ഈ ചിന്തയൊന്നും എനിക്കും നിങ്ങൾക്കുമില്ല. പടച്ചവനെ, മരണത്തെക്കുറിച്ച് പറയുന്നത് പോലും നമുക്കിഷ്ടമല്ല. ഉസ്താദേ, എവിടെ പോയാലും മരണവും കർമ്മവും നരകവും പരലോകവും ഇതൊന്നുമല്ലാതെ വേറെ ഒരു വിഷയവുമൊന്നുമില്ലേ? കേട്ടും അടുത്തിരിക്കുകയാണ്. പലരും മരണ വീട്ടിൽ പോലും പോകാറില്ല. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നും, ആ മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയൊന്നും എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. പടച്ച റബ്ബേ, ആ ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം സഹോദരാ. പടച്ചവനെ, നമ്മൾ ഖബർ കാണുന്നവരാണ്, ഖബറിന്റെ ചാരത്ത് പോകുന്നവരാണ്, ആ ഖബർ സിയാറത്ത് ചെയ്യുന്നവരാണ്. പക്ഷേ നമുക്കൊന്നും ആ ഓർമ്മയില്ല. ഖബറിനെ കുറിച്ചുള്ള ചിന്തയില്ല. മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയില്ല. ഖബറിനകത്ത് പോയി കിടക്കേണ്ടവരാണെന്നുള്ള ചിന്തയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തമാശ പറയുന്നത് എവിടെ നിന്നാണ്? രാഷ്ട്രീയം പറയുന്നത് എവിടെ നിന്നാണ്?
നിന്നാണ്? ചിരിക്കുകയും കളിക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്യുന്നത് എവിടെ നിന്നാണ്? പടച്ചവനെ, ഖബറിന്റെ ചാരത്തു നിന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ കുഴിക്കുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യഥാ പടച്ചവനെ, നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഖബർ കുഴിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ. ആ ഖബർ കുഴിക്കുന്ന മനുഷ്യന് ഖബറിനെ കുറിച്ചുള്ള ചിന്തയില്ല. അവന് മുണ്ടുമടക്കി കുത്തി വീടിയും വലിച്ച തമാശ പറഞ്ഞിട്ടാണ് അവനും ഖബർ കുടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഖബർ കുടിക്കുന്നവന് പേടിയില്ല, ഖബറിനകത്തിറങ്ങുന്നവന് പേടിയില്ല, മണ്ണുവാരിയിടുന്നവന് പേടിയില്ല, പലക നിരത്തുന്നവന് പേടിയില്ല, സിയാറത്ത് ചെയ്യുന്നവന് പേടിയില്ല. എല്ലാവരും കളിയാണ്, തമാശയാണ്. എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതിന്റെ കാരണമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഖബർ കുടിക്കുന്നവന് പേടിയില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഖബറെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരമാ മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചോ നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ ഭയപ്പെടണം. ഖബർ കണ്ടാ കരയണം, ഖബർ കണ്ടാ കരയണം. ആരാടോ കരയുന്നത്? ഏതെങ്കിലും ഒരു മനുഷ്യനെ പടച്ചവനെ ഖബർ കാണുമ്പോ കരയാറുണ്ടോ? നമ്മളിൽ ഒരാൾക്കും കരച്ചൽ വരില്ല, നമ്മൾ ഒരാളും കരയാറുമില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? നിനക്കാ ഖബറിന്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. ആ ഖബറിനെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ സുറുബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദ്രി. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെങ്ങാണം, ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെങ്ങാണം ഞാനോ നിങ്ങളോ അറിഞ്ഞിരുന്നെങ്കിൽ, അള്ളാന്റെ റസൂല് പറയുന്നു, കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണമെടുത്തു, കുടിക്കാൻ വെള്ളമെടുത്തു, അത് കഴിക്കുന്നതിന് മുമ്പ്, അത് കുടിക്കുന്നതിന് മുമ്പ് വയദ്രിബു അലാ സദ്രി, നെഞ്ചത്തടിച്ച് കരയുമായിരുന്നു, നെഞ്ചത്തടിച്ച് നിലവിളിക്കുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പെടുന്ന ഓർമ്മപ്പെടുത്തുമ്പോ ഈ വാഴ കേൾക്കാമെന്നവരോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. പടച്ചവനെ വാഴ പറയുന്ന ഞാനാണോ നിങ്ങളാണോ? എടോ, മരിക്കാൻ രോഗമൊന്നും വേണ്ട. ക്യാൻസറും ട്യൂമറും മാരകമായ രോഗം വന്നവര് മാത്രമല്ല മരിക്കുന്നത്, എപ്പോ വേണമെങ്കിലും മരണം നമ്മളെ തേടി വരാ. ചിരിയും കളിയും തമാശയുമായി നടക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത സന്തോഷമാണ്, എല്ലാവരുടെ മുഖത്തും വല്ലാത്ത ചിരിയാ. എവിടെ നോക്കിയാലും ചെറുപ്പക്കാരാ സന്തോഷത്തിലാ. മോനെ, ഒരുപാട് ചിരിക്കുമ്പോ, ഒരുപാട് സുഖിക്കുമ്പോ, ജീവിതം ആസ്വദിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? കുല്ലും
والموت أدنى من شراك نعله. ഒരുപാട് ചിരിക്കുമ്പോ, ഒരുപാട് ആസ്വദിക്കുമ്പോ, ഒരുപാട് സുഖിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ട് സഹോദരാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ വേണ്, ഖബറിൽ കിടക്കേണ്ടവരാണെന്നുള്ള ചിന്ത വരണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. അതുകൊണ്ട് ഒരു ദിവസം ഈ കാണുന്ന നിങ്ങളുടെ നാട്ടില്, അത് ഇവിടത്തെ പള്ളിയാകട്ടെ അല്ലെങ്കിലും ഒരു പരിസരത്തുള്ള പള്ളിയാകട്ടെ, ഏതോ പള്ളിയിലാണെങ്കിലും ഒരു ദിവസം നിനക്ക് വേണ്ടി ഖബർ കുഴിക്കും, ഒരു ദിവസം നിന്നെ അതിനകത്ത് കൊണ്ടുപോയി ഖബറടക്കും. അല്ലാഹുവേ, നല്ല മരണം തരണേ അല്ലാഹ്.